ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇന്ന് എല്ലാവരും നന്നായി ക്രിസ്മസൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലും നല്ല ഒരു ന്യൂ ഇയർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോയതും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ അപ്പോൾ നമ്മളിന്ന് കുറേ പള്ളികൾ പോവാണ്. പള്ളിയിലെ ഡെക്കറേഷൻസും റോഡിലെ ഡെക്കറേഷൻസും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി MG റോഡ് എത്തി. MG റോഡിൽ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ആകെ ഭീമ, ജോസ്കോ അങ്ങനെ 1-2 പേര് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. വേറെ ആരും ഒന്നും ചെയ്യില്ല. നോർമലി ഇതൊക്കെ നല്ല രസമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജയലക്ഷ്മിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ അടച്ചിട്ടിരിക്കുക, ഒരു ലൈറ്റ് പോലും ഇല്ല. അത്രയും ശോകം എന്ന് പറഞ്ഞാൽ ശോകമാണ്. ജോസ്കോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഏത് പള്ളിയാണ്? കണ്ണംകുന്നത്ത് പള്ളി. ഈ പള്ളിയിലെ ചെറിയ പോണ്ടിൽ കുഞ്ഞായിരുന്ന സമയത്ത് ചാടി വീണിട്ടുണ്ട് വെള്ളത്തിൽ. അതാ നോക്ക്, ഇത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നോക്ക്, ബിനു പിടിച്ച കോളേജാണ്. സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡെക്കറേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെൻറ്റ് മേരീസ് ബസിലിക്കയിലെത്തി. ഇവിടെ സർവീസ് നടക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, പുറത്താണ് കേട്ടോ സർവീസ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കയറാം. നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഇനി നമുക്ക് നടുവിലെ പള്ളി കാണാം. നടുവിലെ പള്ളി മീൻസ് സെൻറ്ററിലെ പള്ളി. സെൻറ്റ് മേരീസ് ബസിലിക്കയുടെയും ആംഗ്ലോ ഇന്ത്യൻ ചർച്ച് ഗുണ്ടിമിശിഹ പള്ളിയുടെയും നടുക്കത്തെ പള്ളിയാണ് നടുവിലെ പള്ളി. എനിക്ക് ശരിക്കും പണ്ട് അറിയില്ലായിരുന്നു അതിനെ നടുവിലെ പള്ളി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണ് മനസ്സിലായത് അത് ഈ 2 പള്ളികളുടെയും നടുക്കത്തെ പള്ളി ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ നടുവിലെ പള്ളിയിലെത്തി. സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ. ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം വർഷങ്ങൾക്ക് മുന്നേ. നോക്ക്, ക്രിബ് നോക്ക്, അടിപൊളി വലിയ ക്രിബാണ്. ആട്ടിൻകുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആട്ടിൻകുട്ടികളുടെ അത്രയുണ്ട്. ആ സെൻറ്റർ മെയിൻ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്, ക്രിബ് ചെയ്തേക്കുന്നത്. പുറത്തായിരുന്നു എന്ന് തോന്നുന്നു സർവീസ്. ഞങ്ങൾ ചെന്നപ്പോൾ ആക്ച്വലി സർവീസ് കഴിഞ്ഞായിരുന്നു കേട്ടോ. കുർബാന കഴിഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഉണ്ണീശോനെ ക്രിബിലേക്ക് കിടത്തിയിട്ടുണ്ട്. നോക്ക്, ഇത് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ ഈ പള്ളി വളരെ കൃത്യമായിട്ടൊരു കപ്പൽ ഷേപ്പിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആംഗ്ലോ ഇന്ത്യൻ ചേർച്ചാണ് ഉണ്ണീശോ പള്ളി. ഉണ്ണീശോ പള്ളി അടിപൊളി. ആംഗ്ലോ ഇന്ത്യൻസ് അവരുടേതായ പ്രൗഡി കാണിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, ഈ പള്ളിയുടെ പുറകിലായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻ. ഈ പള്ളിയുടെയും സെൻറ്റ് മേരീസ് ബസിലിക്കയുടെയും നടുക്കാണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ. അതുകൊണ്ടാണ് അതിനെ നടുവിലെ പള്ളി എന്ന് വിളിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ലാർപാടത്തേക്ക് പോവാം. ഞങ്ങൾ അവിടെയാണ് കേട്ടോ കുർബാന കാണുന്നത്. പക്ഷെ അവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ നമ്മൾ കുർബാന കാണാൻ പോയതായതുകൊണ്ട്. അപ്പോൾ നോക്ക്, ഗോശ്രീ പാലത്തിലൂടെ നമ്മൾ വല്ലാർപാടത്തേക്ക് പോവാണ്.